നാവ് കൊണ്ടുള്ള മുറിവ് വാളുകൊണ്ടുള്ളതിനേക്കാൾ കഠിനമാണ്. രണ്ടാമത്തേത് ശരീരത്തെ മാത്രം ബാധിക്കുമ്പോൾ ആദ്യത്തേത് ആത്മാവിനെ തന്നെ ബാധിക്കുന്നു. മഹാനായ തത്വചിന്തകനും ഗണിതശാസ്ത്രജ്ഞനുമായ പൈതഗോറസിന്റെ ക്വാഡ്സ് കടമെടുത്തുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ അധ്യായം ആരംഭിക്കാം. ഈ ക്വാഡ്സിന് ഇന്നിവിടെ വളരെയധികം പ്രാധാന്യമുണ്ട്. അതെന്താണെന്നല്ലേ പറയാം. ബിഗ് ബോസ് സീസൺ 6 ടൈറ്റിൽ വിന്നറായ ജിൻഡോയോട് ബി ഹൗസിനുള്ളിൽ വെച്ച് സഹമത്സരാർത്ഥി പറഞ്ഞിട്ടുള്ള ഒരു കാര്യം അദ്ദേഹം ഇപ്പോഴും മറന്നിട്ടില്ല എന്നുള്ളതിന് തെളിവാണ് കഴിഞ്ഞ ദിവസത്തെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത. അക്കാര്യം അദ്ദേഹം മറന്നിട്ടില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ മനസ്സിനെ അത് വളരെയധികം ആഴത്തിൽ മുറിപ്പെടുത്തി എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. കഴിഞ്ഞ ദിവസം ഒരു ഫിലിം വാച്ച് ചെയ്ത് പുറത്തേക്കിറങ്ങിയ ജിൻഡോയോട് മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ട്, ജിൻഡോ ഇപ്പോൾ ഒരുപാട് കളർ കൂടിയല്ലോ, ഗ്ലാമറൊക്കെ നന്നായിട്ടുണ്ടല്ലോ. അതിനുള്ള അദ്ദേഹത്തിൻ്റെ മറുപടി ഇപ്രകാരമായിരുന്നു: ഞാൻ നിറം വെച്ചിട്ടൊന്നുമില്ല, അതെല്ലാം ക്യാമറ ട്രിക്കാണ്. എന്തൊക്കെയായാലും ഞാനൊരു കരിഞ്ഞ മത്സ്യകന്യകനല്ലേ. ഈ ഒരു പ്രസ്താവന ഹൗസിനുള്ളിൽ വെച്ച് അദ്ദേഹത്തോട് ഒരു സഹമത്സരാർത്ഥി പറഞ്ഞിട്ടുള്ളതാണ്. എല്ലാവരും ഹൗസിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഗെയിമെല്ലാം ഇവിടെ അവസാനിച്ചു, ഇവിടെ ഉണ്ടായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും നമ്മൾ ഇവിടെ തീർക്കുകയാണ് എന്നൊക്കെ പറഞ്ഞാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്. ജിൻഡോയും അപ്രകാരം തന്നെയായിരുന്നു. പക്ഷേ ഈ ഒരു പ്രസ്താവന അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല എന്ന് നമുക്കിപ്പോൾ മനസ്സിലാക്കാം. ഇത് അദ്ദേഹത്തെ ഒരുപാട് മുറിപ്പെടുത്തിയിട്ടുണ്ട് എന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് തമാശ മട്ടിലാണെങ്കിലും അദ്ദേഹം അങ്ങനെ പറഞ്ഞത്, ഞാനൊരു കരിഞ്ഞ മത്സ്യകന്യകനല്ലേ എന്നുള്ള കാര്യം. ചിലതങ്ങനെയാണ്, നമ്മളെ വല്ലാതെ മുറിപ്പെടുത്തും. ചിലപ്പോൾ നാം എല്ലാവരാലും ഒറ്റപ്പെടും. ചുറ്റും പരിഹാസങ്ങളും കുത്തുവാക്കുകളുമായിരിക്കും. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കൂടി കടന്നു പോയിട്ടുള്ളവർക്ക് ഇക്കാര്യം പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അവർക്കൊന്നും ഇത് പെട്ടെന്നങ്ങനെ മറക്കാനോ പൊറുക്കാനോ കഴിഞ്ഞെന്ന് വരില്ല. അത് അവരുടെ മാത്രം തെറ്റല്ല, അത് പ്രകൃതി നിയമമാണ്. അവർ അനുഭവിച്ചു വന്നിട്ടുള്ള സാഹചര്യത്തിൻ്റെതാണ്. ജിൻഡോ എന്ന വ്യക്തിക്ക് ഒരു സുപ്രഭാതത്തിൽ കിട്ടിയതല്ല ഈ വിജയങ്ങളൊക്കെയും കഠിനാധ്വാനത്തിൻ്റെയും ആത്മസമർപ്പണത്തിൻ്റെയും കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോഴുയർന്നു വരുന്ന ആരോപണങ്ങളൊന്നും അദ്ദേഹത്തെ ലെവലേശം പോലും ബാധിക്കില്ല. തീയിൽ കുരുത്തത് വെയിലത്ത് വാടില്ലല്ലോ. മറ്റൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണുന്നതുവരേക്കും ഓക്കെ ബൈ, താങ്ക് യു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാൻ മറക്കരുത്.